എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. മലയാളി ഇനിയുള്ള ദിവസങ്ങളും മറക്കൂല. കാരണം എന്താ പറയുക, ഇനിയിപ്പോൾ പത്രം വാങ്ങിയാലും നമുക്ക് മുതലാവും, അതുപോലെ തന്നെ ചാനൽ കണ്ടാലും കേബിളിൻ്റെ പൈസ കൊടുത്താലും മുതലാവും, നെറ്റിന് പൈസ കൊടുത്താലൊക്കെ മുതലാവും. കാരണം ഇനിയുള്ള 60 മാസം കേരളത്തിലെ മലയാളികൾ കണ്ടു ചിരിക്കാനും ചില കാര്യങ്ങളിൽ TV ഓഫാക്കാനും ഒക്കെയുള്ള ഒരു സമയമായിട്ട് മാറും. ഈ 10 വർഷം മലയാളിക്ക് അന്തസ്സോടും ആത്മാഭിമാനത്തോടും റോട്ടിലിറങ്ങാൻ പറ്റിയിരുന്നു. പല കളവും പ്രതൊക്കെ പ്രചരിപ്പിച്ച് 102 സീറ്റൊക്കെ കിട്ടി നമ്മൾ ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ മലയാളിക്കും മറ്റുള്ളവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പുഞ്ചിരി. അപ്പം എന്നോട് കുറച്ച് ആൾക്കാർ കല്യാണ വീട്ടിൽ സൽക്കാരം വീട്ടിൽ ടൗണിൽ നിന്നൊക്കെ കാണുമ്പോൾ മറ്റേതിപ്പോൾ നമ്മളെ നെഞ്ചത്തേക്കിട്ട് പാഞ്ഞു കയറാൻ വിരിയിക്കാരോ എന്തായി അതെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു നമ്മളോട് കണ്ട ഒരു മറിഞ്ഞു പോവുക എന്നാണ്. കാരണം ഇപ്പോൾ സത്യത്തിൽ ഓർക്ക് മനുഷ്യന്മാരെ മുഖത്ത് നോക്കാൻ വയ്യ. ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പറയാണ് കല്യാണ പരീക്ക് ചെല്ലാൻ വയ്യ, പേറ്റുകൊണ്ടിക്കൊണ്ട് തന്നെ പോകാൻ വയ്യ. എന്തോ ഒരു സാധനം അറിയാം. ഈ പച്ചക്കളവും പ്രചരിപ്പിച്ച് ഒരു നല്ല ഭരണത്തെ താഴെയിറക്കിയിട്ട് ജനങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ജനങ്ങൾക്ക് വേണം. 8 ദിവസമായപ്പോൾ തന്നെ ജനങ്ങൾക്ക് മലയാളിക്ക് സംഗതിൻ്റെ കാര്യം പൊടുത്തിട്ടി. ഇനി മലയാളി അനുഭവിക്കാൻ പോണ രാവുകളാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം ഇന്നലെ ഒരു ബസ് ഓണേഴ്സ് 9,000 ചില്ലാനും ബസ്സുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളാണ്. ഈ എരപ്പന്മാർ എവിടെയാണ് ഈ കാലം വരെ ഈ പ്രകടന പത്രികയിൽ ഇത് പറഞ്ഞ പച്ചക്കളവറം ഇതൊക്കെ ലീഗും UDF ആണ്. ഇവിടുത്തെ ബിൽഡിംഗ് ഓണേഴ്സ്, വ്യാപാരി വ്യവസായി, ഇവിടുത്തെ ബസ് ഓണേഴ്സ്, ഇവിടുത്തെ ചെറുകിട വ്യവസായികൾ ഒക്കെ ഇപ്പം വാപ്പാൻ്റെ അവറത്തേണ്ട മാതിരിയാ എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയാം അപ്പം ഞങ്ങൾ ബസ് ഓണേഴ്സ് 9,000 ബസ് ഓണേഴ്സ് ഉണ്ട്, ഞങ്ങൾ തൊഴിലാളികൾ. ഇത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയേനു. എന്നാൽ എങ്ങനെയും അധികാരത്തിൽ വരട്ടെ അങ്ങോട്ട് വല്ല നിർത്താം. ഇതിലൊന്ന് നടത്താതിരുന്ന അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. ഇത് കേരള പഴയ മലയാളികളല്ല. ഇന്ന് എല്ലാ 5 മിനിറ്റ് കൊണ്ടും സെക്കൻഡ് കൊണ്ടും അറിയപ്പെടും. അതിന് ജനങ്ങൾ പ്രതികരിക്കും പല മേഖലയിലും. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങളുടെ TVക്ക് പണം കൊടുത്താലും ചാനലിന് പൈസ കൊടുത്താലും പത്രം വാങ്ങിയാലും മലയാളിക്ക് എന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഇത് ഓരോന്ന് മണിക്കൂറിന് പുതിയതായിട്ടുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ കോലത്തിലായി. ഇനി 11 കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര എണ്ണം ആശുപത്രിയിലാണ് അള്ളാഹ്ക്ക് വരാം. കാരണം നമ്മൾ കാണണം, ഈ 10 വർഷം മലയാളി ഇതൊന്നും കണ്ടിട്ടില്ല. ഇനി അനുഭവിക്കാമോ പുതിയ കാരണങ്ങൾ. ഓരോരുത്തർ വഴിപാട് നീരാൻ റോട്ടിൽ കൂടെ ഉള്ളാനേ കുണ്ടിയിലെ തോല് പോവും കോൺഗ്രസ്സുകാരെ ഊര. അപ്പോൾ ഇതിന് വെറുതെ പോയി തുപ്പുക നേതാവിൻ്റെ മുഖത്ത്. ഭയങ്കര ഭയങ്കരമാണ്. അവിടെ കൊണ്ടുപോയി തുപ്പിയിട്ട് മുഖത്തിന് കുത്തുക. ഞാൻ ഒരു മന്ത്രിൻ്റെ സ്റ്റാഫായി നിന്ന ആളാണ് എന്നിട്ട് ഓൻ്റെ വക. മറ്റൊരാൾ പാല് വാരുക, അപ്പോൾ ഇതിനൊരാൾ കരിഞ്ഞോര് വാരുക, വേറൊരാൾ ഉണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ മകൻ പറയാം, മന്ദബുദ്ധി പറയാണ് ഇതൊന്നും കോൺഗ്രസ്സുകാർ ചെയ്യൂല, ഇതൊക്കെ മറ്റുള്ളവർ നൊയഞ്ഞ് ചെയ്യലാണ്. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടിൻ്റെ വോട്ടും ബോർഡ് എടുത്തുകാണ് കീറുന്ന പണിയാണല്ലോ അപ്പം ഞങ്ങൾക്കുള്ളത്. അതാ ഞങ്ങൾക്ക് കത്തിച്ചിനാ അല്ലേ. ഒരു നാണും മാനമില്ലാത്തൊരു വർഗമായിട്ട് മാറുക. എന്നിട്ട് ഇറ്റിങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നുക. ഇനി കതറിട്ടോനെ കൊണ്ട് മുരളി പറഞ്ഞ മാതിരി സെക്രട്ടേറിയറ്റ് കൂടെ തട്ടി തന്നിട്ട് നടക്കാൻ കഴിയൂല. എല്ലാം നമുക്കിനി കാണാം. അരമണിക്കൂർ ഇട്ട് പോലീസ് സ്റ്റേഷൻ വരുന്നതും ഉടുതുണിയില്ലാതെ നടക്കുന്നതും തമ്മിൽ തല്ലുവിടണമൊക്കെ നമുക്ക് ഇനി മലയാളിക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ലത് വരട്ടെ. മലയാളിക്ക് എന്തായാലും വോട്ട് ചെയ്തതിനൊരു ഗുണം കിട്ടും. 60 മാസം ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു യുഗമായിട്ട് മാറട്ടെ, നരകിക്കാനുള്ള ഒരു ദിനം കൂടി ആകട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ജയ് ഹിന്ദ്.